ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇ ഡിസ്ട്രിക്റ്റിന്റെ പോർട്ടൽ വഴി നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ്. OBC കാറ്റഗറിയിൽ വരുമാന പരിധി 8 ലക്ഷം രൂപയിൽ കുറവുള്ളവർക്കാണ് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ഇ ഡിസ്ട്രിക്റ്റിന്റെ പോർട്ടൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെന്റ് ആയിട്ട് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിന്റെ ആഫിഡവിറ്റ്, അപേക്ഷകന്റെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അപേക്ഷകന്റെ പേരിൽ ലാൻഡ് ഉണ്ടെങ്കിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റും, പാരന്റ്സ് പ്രൊഫഷണൽ എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ സാലറി മെൻഷൻ ചെയ്യുന്ന ഡോക്യുമെന്റും ആവശ്യമാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിന്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുക. ഇതിൽ ഇ ഡിസ്ട്രിക്ട് കേരള എന്ന് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. നിലവിൽ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് ഇ ഡിസ്ട്രിക്റ്റിന്റെ സൈറ്റ് വഴി ചെയ്ത് നൽകാൻ സാധിക്കുന്നത്. ഈ ഡിസ്ട്രിക്റ്റിന്റെ പേജ് ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് വരുന്ന പേജിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് പുതിയതായിട്ടൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആധാർ കാർഡിലുള്ളതുപോലെ വിവരങ്ങൾ കൊടുത്താണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപേക്ഷകന്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ്സ്, വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID, ഫോൺ നമ്പർ, പാസ്വേഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഓൾറെഡി പ്രൊഫൈൽ ഉള്ളതുകൊണ്ട് തന്നെ ലോഗിൻ നെയിം എന്നുള്ള ഓപ്ഷനിൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് കൊടുത്തിട്ടുള്ള ഇമെയിൽ IDയും പാസ്വേഡും ക്യാപ്ച കോഡും അടിച്ച് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ വഴി ലോഗിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോഗിൻ ചെയ്തു വരുന്ന പേജിൽ ആദ്യം ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കന്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ വഴി അപേക്ഷ സമർപ്പിക്കുന്ന വ്യക്തിയുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്യുക എന്നതാണ്. ഇതിനായിട്ട് നെയിം ഓഫ് ദി പേഴ്സൺ ഓഫ് ഹൂംസ് ദി സർവീസ് ഈ സ്ലോട്ട് എന്നുള്ള ഓപ്ഷനിൽ ആർക്ക് വേണ്ടിയിട്ടാണോ സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, പ്രസന്റ് അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സ്, ഫാദർ, മദർ, ഗാർഡിയൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഫോൺ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിവരങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് നൽകേണ്ടതാണ്. സൈറ്റിലേക്ക് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും കറക്റ്റായിട്ട് തന്നെ നൽകേണ്ടതാണ്. ഹൗസ് നമ്പർ, ഹൗസിന്റെ നെയിം, അതുപോലെ തന്നെ ലൊക്കാലിറ്റി, പോസ്റ്റ് ഓഫീസ്, അപേക്ഷകന്റെ ഡിസ്ട്രിക്ട്, താലൂക്ക്, വില്ലേജ്, ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി നെയിം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി നൽകേണ്ടതാണ്. പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഒന്നു തന്നെയാണ് എന്നുണ്ടെങ്കിൽ പെർമനന്റ് അഡ്രസ് എന്നുള്ള ഓപ്ഷനിൽ സെയിം ആസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ഫാദർ നെയിം, മദർ നെയിം, അതുപോലെ തന്നെ ഫാദർ, മദർ, റിലീജിയൻ, കാറ്റഗറി, കാസ്റ്റ് ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യേണ്ടതാണ്. OBC കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് മാത്രമാണ് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ഹിന്ദു, മുസ്ലിം കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്കും ക്രിസ്ത്യൻ OBC കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്കും നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. മെറിറ്റൽ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകന്റെ നിലവിലെ മെറിറ്റൽ സ്റ്റാറ്റസ് ഡീറ്റെയിൽസും, മാരീഡ് ആണ് എങ്കിൽ സ്പോൺസ് നെയിം എന്നുള്ള ഓപ്ഷനിൽ ബെറ്റർ ഹാഫിന്റെ പേരും, അതുപോലെ തന്നെ ഗാർഡിയൻ എന്നുള്ള ഓപ്ഷനിൽ ഗാർഡിയൻ നെയിമും, നമ്പർ ഓഫ് ഇയേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ നൽകിയിരിക്കുന്ന അഡ്രസ്സിൽ എത്ര വർഷമായി താമസിക്കുന്നു എന്നുള്ളതും കൃത്യമായി നൽകേണ്ടതാണ്. അടുത്തതായിട്ട് വരുന്ന ഭാഗത്ത് അപേക്ഷകന്റെ ഫോൺ നമ്പർ കൃത്യമായിട്ടൊന്ന് നൽകുക. അതിനുശേഷം ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ നമ്പർ ജനറേറ്റ് ആയിട്ട് ഉണ്ട് എന്നുള്ള മെസ്സേജാണ് സ്ക്രീനിൽ നെക്സ്റ്റ് വരിക. രജിസ്റ്റർ നമ്പർ ജനറേറ്റ് ആയതിനു ശേഷം സർട്ടിഫിക്കറ്റ് സർവീസസിൽ ഞാനിവിടെ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിനാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്ത് നൽകുക. രജിസ്റ്റർ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകന്റെ പേര്, അതായത് ആർക്ക് വേണ്ടിയിട്ടാണോ സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആ വ്യക്തിയുടെ പേരൊന്ന് സെലക്ട് ചെയ്യുക. സർട്ടിഫിക്കറ്റ് പർപ്പസ് എന്നുള്ള ഓപ്ഷനിൽ എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ കേരളത്തിനകത്തെ ആവശ്യത്തിന് സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് പർപ്പസ് എന്നും, എഡ്യൂക്കേഷണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കേരളത്തിനകത്തുള്ളത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് എന്നും, കേരളത്തിന് പുറത്തേക്കുള്ള ആവശ്യത്തിനാണെങ്കിൽ സെൻട്രൽ എഡ്യൂക്കേഷൻ ഓർ എംപ്ലോയ്മെന്റ് പർപ്പസ് എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ എന്നുള്ള ഓപ്ഷനിൽ ഡിഫോൾട്ട് ആയിട്ട് ജനറൽ എന്ന് വരുന്നതാണ്. റിലീജിയൻ എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകന്റെ റിലീജിയൻ കാറ്റഗറി ഏതാണോ വരുന്നത് അത് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷകന്റെ കാസ്റ്റും സെലക്ട് ചെയ്ത് നൽകുക. അടുത്തായിട്ട് വരുന്ന ഭാഗത്ത് അപേക്ഷകന്റെയും ഫാദറിന്റെയും മദറിന്റെയും സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, താലൂക്ക്, വില്ലേജ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. എല്ലാ വിവരങ്ങളും നൽകിയതിനു ശേഷം പേജിന്റെ താഴെയായിട്ട് ഒക്യുപ്പേഷൻ കാറ്റഗറി ഓഫ് പാരന്റ്സ് ചോദിക്കുന്നുണ്ട്. രക്ഷിതാവിന്റെ ഒക്യുപ്പേഷൻ എന്താണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. സൈറ്റിൽ കാണിക്കാത്ത ഓപ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ
സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കുന്നുണ്ട്. എബോവ് 4th സ്റ്റാൻഡേർഡ് ആണ് വരുന്നതെങ്കിൽ എസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. എൻഗേജ്ഡ് ഇൻ ഹെറിഡിറ്ററി ഓക്യുപ്പേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. പരമ്പരാഗത തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ എസ് നൽകുക, ഇല്ല എങ്കിൽ നോ എന്നുള്ളത് നൽകാവുന്നതാണ്. ശേഷം വരുന്ന ഭാഗത്ത് ഓക്യുപ്പേഷൻ അതേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ എന്താണ് തൊഴിൽ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നൽകേണ്ടതാണ്. ഫാദറിന്റെയും മദറിന്റെയും ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് നൽകാവുന്നതാണ്. അടുത്തതായി വരുന്ന ഭാഗത്ത് പ്രോപ്പർട്ടി ഓണേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്ന അപേക്ഷകന്റെ പേരിൽ പ്രോപ്പർട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്ത് നൽകേണ്ടതാണ്. അപേക്ഷകന്റെ പേരിൽ സ്വന്തമായിട്ട് സ്ഥലമില്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി ഓണേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ നോ എന്ന് കൊടുത്താൽ മതിയാകും. ശേഷം ആനുവൽ ഫാമിലി ഇൻകം ഫ്രം ഓൾ സോഴ്സസ് ചോദിച്ചിട്ടുണ്ട്. അപേക്ഷകന്റെ വാർഷിക വരുമാനം എത്രയാണോ വരുന്നത്, അതായത് കുടുംബത്തിന്റെ വാർഷിക വരുമാനം എത്രയാണോ വരുന്നത് ആ ഒരു എമൗണ്ട് ആണ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. അതർ ഇൻകം ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ഫാദർ മദർ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ടാക്സ് അടയ്ക്കുന്നവരാണെങ്കിൽ മാത്രം എസ് കൊടുക്കുക, ഇല്ല എങ്കിൽ നോ എന്ന് നൽകിയതിനു ശേഷം അപേക്ഷ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. സൈറ്റിൽ ചോദിച്ചിരിക്കുന്ന ഡോക്യുമെന്റിൽ കൂടുതൽ അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ മുൻപ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന അപ്ലോഡ് ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. ആഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയാം. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന്റെ ആഫിഡവിറ്റും അപേക്ഷകന്റെ ആധാർ കാർഡും റേഷൻ കാർഡും സ്കൂൾ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പാരന്റ്സ് പ്രൊഫഷണൽ എംപ്ലോയീസ് ആണ് എങ്കിൽ സാലറി സർട്ടിഫിക്കറ്റും അപേക്ഷകന്റെ പേരിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റും ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതാണ്. ഡോക്യുമെന്റുകൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്ട്രിക്റ്റിന്റെ പോർട്ടലിൽ PDF ഫോർമാറ്റിൽ മാത്രമാണ് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുക. 1 പേജുള്ള ഡോക്യുമെന്റ് ആണെങ്കിൽ 100 KB-യും 5 പേജുള്ള ഡോക്യുമെന്റ് ആണെങ്കിൽ 500 KB-യും മാക്സിമം 10 പേജുകൾ വരെയാണ് ആഡ് ചെയ്യാൻ സാധിക്കുക. 10 പേജ് ആണെങ്കിൽ 1000 KB അഥവാ 1 MB-യിൽ കുറവായിട്ടുമാണ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത്. എല്ലാ ഡോക്യുമെന്റുകളും കൃത്യമായി അറ്റാച്ച് ചെയ്ത് നൽകിയതിനു ശേഷം വീണ്ടും സർട്ടിഫിക്കറ്റ് സർവീസസിൽ അപേക്ഷകന് ഏത് സർട്ടിഫിക്കറ്റിനാണോ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആ ഒരു സർട്ടിഫിക്കറ്റ് കാറ്റഗറി ചൂസ് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് പേയ്മെന്റ് അടച്ച് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന്റെ അഫിഡവിറ്റിന്റെ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്തെടുത്ത് ഈ ഒരു അഫിഡവിറ്റ് ആണ് ഫില്ലപ്പ് ചെയ്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. അപേക്ഷകന്റെ പേര്, അതുപോലെ തന്നെ വിലാസം, ഫാദർ മദർ ഡീറ്റെയിൽസ്, വരുമാന ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡിക്ലറേഷനിൽ അതായത് അഫിഡവിറ്റിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് PDF ഫോർമാറ്റിൽ സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ്. ഇതിപ്പോൾ ഒരു 3 പേജ് വരുന്ന ഡോക്യുമെന്റ് ആണ്. 3 പേജ് വരുന്ന ഡോക്യുമെന്റ് ആകുമ്പോൾ 300 KB-യിൽ കുറവ് ആയിട്ടാണ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. സൈറ്റിൽ തന്നെ അതായത് നമ്മൾ ഈ അഫിഡവിറ്റിൽ തന്നെ അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് അപേക്ഷകന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് ഉൾപ്പെടുന്ന റേഷൻ കാർഡ്, ജോലി ഉണ്ടെങ്കിൽ മാത്രം സാലറി സർട്ടിഫിക്കറ്റ്, അപേക്ഷകന്റെ പേരിൽ അല്ലെങ്കിൽ ഫാമിലിയുടെ പേരിൽ ലാൻഡ് ഉണ്ടെങ്കിൽ ആ ലാൻഡിന്റെ ഡീറ്റെയിൽസും ആഡ് ചെയ്ത് നൽകാവുന്നതാണ്. ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്ന പേജിൽ പേയ്മെന്റ് ആണ് പിന്നീട് വരുന്നത്. ഈ ഡിസ്ട്രിക്റ്റിന്റെ പോർട്ടൽ വഴി ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾക്ക് 15 രൂപയാണ് സൈറ്റിൽ പേയ്മെന്റ് വരുന്നത്. നെറ്റ് ബാങ്കിങ്, UPI, QR കോഡ് ഓപ്ഷൻസ് യൂസ് ചെയ്ത് പേയ്മെന്റ് നടത്താവുന്നതാണ്. ഞാനിവിടെ QR കോഡിന്റെ ഓപ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. QR കോഡിന്റെ ഓപ്ഷൻ യൂസ് ചെയ്യുക. അതിനുശേഷം ഫോണിലുള്ള ഏതെങ്കിലും ഒരു വാലറ്റ് അതായത് ഗൂഗിൾ പേയോ ഫോൺ പേയോ യൂസ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെന്റ് നടത്താവുന്നതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റിൽ ഒന്നും കൂടി ലോഗിൻ ചെയ്ത് കയറിയതിന് ശേഷം സർട്ടിഫിക്കറ്റ് സർവീസസിൽ ട്രാക്ക് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.